മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതയുടെ ബാക്കി പത്രങ്ങളായി ഗസ സിറ്റിയിൽ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്നു. 60 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയതെന്ന് ഗസ സിവിൽ എമർജൻസി സർവീസ് അറിയിച്ചു. ആഴ്ചകൾ നീണ്ട കനത്ത ആക്രമണത്തിന് ശേഷം ഗസയിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതിന് പിന്നാലെയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. തെൽ അൽ ഹവ, സബ്ര മേഖലകളിൽ നിന്നാണ് സൈന്യം പിൻവാങ്ങിയത്. തെൽ അൽ ഹവയിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് ഇസ്രായേൽ സേന പിന്മാറിയത്. സൈന്യം പിന്മാറിയ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിയ നിലയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഒരു കുടുംബത്തിലെ 3 പേരുടെ മൃതദേഹങ്ങളും ഇതിൽ ഉൾപ്പെടും. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നുവെന്നും ഗസ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബാസൽ പറഞ്ഞു. വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളുടേതുൾപ്പെടെയുള്ള 60 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. എന്നാൽ മൃതദേഹങ്ങളുടെ എണ്ണം 70 കടന്നെന്നും റിപ്പോർട്ടുകളുണ്ട്. സൈന്യം തമ്പടിച്ചിരുന്നതിനാൽ ഇത്രയും ദിവസം അനാഥമായി കിടന്നിരുന്ന മൃതദേഹങ്ങളാണ് കണ്ടെടുക്കുന്നത്. ഗസ സിറ്റിയെ കോൺക്രീറ്റ് കൂനയാക്കി മാറ്റിയതിനാൽ ഈ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിലും നിരവധി പേർ കിടപ്പുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. സൈന്യം പിന്മാറാത്ത ഇടങ്ങളിലെ മൃതദേഹങ്ങൾ മാറ്റാനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ പോലും സൈന്യം തടയുകയാണ്. ഷുജയ്യയിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം. അതേസമയം അഭയാർത്ഥികളായി താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്ന പലരും പട്ടിണിയിലാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അറിയിച്ചു. ഇസ്രായേൽ സൈന്യം ആക്രമണം നിർത്തിയാലും പട്ടിണി മൂലമുള്ള മരണങ്ങൾ സംഭവിക്കുമോ എന്ന ആശങ്ക തുടരുകയാണ്. ഇതിനിടെ ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നം പിഴയ്ക്കാത്ത വെടിവെപ്പു സംഘവും ടാങ്കുകളും ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.